മുസ്ലിങ്ങളല്ലാത്തവരുടെ കഴുത്തും വിരലുകളും വെട്ടിമാറ്റാൻ പറയുന്ന അള്ളാഹു വെട്ടിമാറ്റാൻ പറയുന്നില്ല. ആത്മഹത്യ ചെയ്യാൻ പറയുന്ന അള്ളാഹു 3:119. മൂത്തൂബി വയലിക്കും, നിങ്ങൾ നിങ്ങളുടെ ദേഷ്യം വെട്ടാൽ നിങ്ങൾ മരിക്കുക. മൂത്തു എന്ന് പറഞ്ഞാൽ പോയി ചായടോന്നല്ല. 3:119 മൂത്തൂബി വയലിക്കും. മൂത്തൂബി വയലിക്കും എന്ന് പറഞ്ഞാൽ മൂത്തു എന്ന് പറഞ്ഞാൽ മൗത്തൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. നമ്മിലെ അജ്ഞതയുടെയും പകയുടെയും എല്ലാ ഗുണങ്ങളെയും മരിപ്പിക്കാനാണ് അവിടെ പറയുന്നത്. അതിന് ഹയാത്താക്കണ്ട, അതാണ് വയല്. അത് നിങ്ങൾ ഹയാത്താക്കരുത് എന്നാണ് പറയുന്നത്. അതാണ്, അല്ലാതെ നമ്മളോട് പോയി ചാകാനല്ല. മൗത്തൊന്നും ഞാൻ വിശദീകരിക്കില്ല. ആത്മീയമായ മരണമാണ് എന്ന് പറഞ്ഞതാണ്. ഫിസിക്കൽ ഡെത്ത് ഖുർആനിന്റെ ചർച്ചയേ അല്ല എന്ന് പറഞ്ഞതാണ്. ഒരു സ്ഥലത്തും ശാരീരികമായ മരണം ഖുർആനിന്റെ വിഷയമല്ല. ഒന്നാമത് മനുഷ്യൻ മരിക്കുന്നില്ലേ? എവിടെ മരിക്കണത്? വെറുതെ പറയണം മരിക്കണം. മോമിന് ഒരിക്കലും മരിക്കണില്ല എന്റെ അഭിപ്രായം. അല്ല അൻതയാവുലായ മൂത്തുൻ, പരിശുദ്ധർ ഒരിക്കലും മരിക്കുന്നില്ല. അവരിവിടെ ജീവിക്കുകയാണ് ചെയ്യണത്. വെറുതെ പറയണം. നമ്മുടെ മുന്നിൽ നിന്ന് ആ വണ്ടി പോയി എന്നല്ലാതെ അതിപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ നിന്ന് ആ വാഹനം പോയി എന്നുള്ളൂ. ഒരു കാറ് നമ്മളെ മുന്നിൽ കൂടിയാണ് പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കാറില്ല എന്നല്ല, അത് നമ്മളെ മുന്നിൽ നിന്ന് പോയി. ഇന്ന പോലെ തന്നെയാണ് നമ്മൾ മരിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവുക. സത്യത്തിൽ നമ്മൾ മരിക്കുന്നില്ല. നമ്മളെ ഈ ബോഡി ഈ ഭൂമിയിൽ പല വസ്തുക്കളുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ മനസ്സെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അത് എവിടുന്ന വന്നു എന്ന് വെച്ചാൽ അത് അങ്ങോട്ട് പോയി, വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ ശരീരത്തിന്റെ ഈ പാത്രം ഉണ്ടല്ലോ, ഇത് ആ ബക്കറ്റും പൊട്ടി അവർക്ക് ഇടുക. ആ വെള്ളം ഞങ്ങിട്ടാണ് വെള്ളം നീ വീണ്ടും കടലിൽ തന്നെ, വെള്ളം നീ വീണ്ടും കടലിൽ തന്നെ, നീ അവിടുന്ന് വീണ്ടും വരും ആ വെള്ളം. ചിലപ്പോ തിരൂരാവൂലെന്നോ, ചിലപ്പോ അമേരിക്കയിലാ കടഞ്ഞി ആ വെള്ളം പെയ്യാന്ന് മാത്രം. അത്ര മനസ്സിലാകുന്നവർക്ക് അത്ര പറഞ്ഞാൽ തന്നെ സംഗതി മനസ്സിലായി. അല്ലാത്തവർക്ക് തിരിയില്ല, എത്ര പറഞ്ഞാലും തിരിയില്ല. ആ ബക്കറ്റ് പൊട്ടി, നമ്മളെ ടാങ്ക് പൊട്ടിയാൽ അത് മണ്ണിലിടും. അത് ആ മണ്ണിൽ കുറെ കാലം കഴിഞ്ഞ് ആ മണ്ണിൽ ദ്രവിച്ചു പോകും. അതിലെ വെള്ളം ഒഴുകി വീണ്ടും കടലിൽ തന്നെ, അവിടുന്ന് ഇനി നീരാവിയായിട്ട് എവിടെയെങ്കിലും പെയ്യും. അതാണ് സോഴ്സ് ഒന്നാണ് ഇതിന്റെ. മിൻ നഫ്സിൻ വാഹിദത്തിൻ, ഒറ്റ നഫ്സിൽ നിന്നാണ് ഒക്കെ അത് വരുന്നത്. അവിടേക്ക് തന്നെ അത് തിരിച്ചു പോകും. പിന്നെ ഈ മരണം പറഞ്ഞിട്ടാണ് വെറുതെ പേടിപ്പിക്കണം. നിങ്ങൾ മരിച്ചും നിങ്ങളാക്കും അങ്ങനെ ആ കുറ്റക്കായിരിക്കും. അടുത്ത ചോദ്യം അതാണ്. മനുഷ്യരെയും ജിന്നുകളെയും നരകത്തിലിട്ട് പൊരിക്കുന്ന അല്ലാഹു ലഅംല അന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. അടുത്ത ചോദ്യം വരെ അതാണ്. അങ്ങനെ പൊരിക്കണില്ല. അതായത് സ്വന്തം അഹങ്കാരത്തിന്റെയും കിബറിന്റെയും ഇസ്സത്തിന്റെയും ചെരുപ്പുകൾ അഴിച്ചു വെക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ അജ്ഞതയുടെ നരകത്തിൽ തന്നെ അകരമാകും. അതാണ് ആ പറയുന്നത്. അതിന് തയ്യാറുണ്ടോ? ഈ രണ്ട് നവലുകൾ, രണ്ട് ചെരുപ്പുകൾ അഴിച്ചു വെക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ. ഏതാണ് രണ്ട് ചെരുപ്പുകൾ? കിബറും ഇസ്സത്തും. ഈ രണ്ട് ചെരുപ്പുകൾ അഴിച്ചു വെച്ച് മനസ്സിനെ പരിശുദ്ധമാക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ അജ്ഞതയുടെ ജഹന്നമിൽ. അതന്നെ അവന്റെ മനസ്സ്, അതാണ് ഇൻസും ജിന്നും. അവന്റെ ബാഹ്യേന്ദ്രിയങ്ങളും അവന്റെ ആന്തരിക ഇന്ദ്രിയങ്ങളും മുഴുവൻ അജ്ഞതയിലും അഹങ്കാരത്തിലും അതുപോലെ തന്നെ പകയിലും ആ നരകത്തിൽ കടന്ന് പൊരിയെന്നെ. എത്ര കിട്ടിയാലും മതിയാവൂല. മനസ്സിലൊരാ സമാധാനം എന്ന് പറയുന്നത് ആ മനസ്സിലുണ്ടാവില്ല. അതാണ് ജിന്ന്, മനസ്സിന്റെ ഉള്ളില് സ്വഭാവം. ആ മനസ്സ് ഒരു ശാന്തമായ, ഒരു സമാധാനമായ, ഒരു ആശ്വാസമായ അവസ്ഥയിലേക്ക് ആ മനസ്സ് വരികയില്ല. കിട്ടിയത് തികയണ്ടേ? പെണ്ണായാലും കാശായാലും സമ്പത്തായാലും ഭൂസ്വത്തായാലും വേറെ ഭൗതികതയിലെ ഭ്രമം എന്ത് കിട്ടിയാലും അവന് മതി വരൂല. അവന് അശാന്തിയുടെ, പകയുടെ, വിദ്വേഷത്തിന്റെ ആ നരകത്തിൽ കടന്ന് മറിയന്നെ. അതാണ് ലഅംല അന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. അവരുടെ സർവ്വഗുണങ്ങളും, അതാണ് അജ്മഈൻ, അവരുടെ സർവ്വഗുണങ്ങളും ഈ അജ്ഞതയുടെ, പകയുടെ, വിദ്വേഷത്തിന്റെ, ശത്രുതയുടെ ആ തീയിലിങ്ങനെ കടന്നു പൊരിയെന്ന്. അവൻ അള്ളാഹുവിന്റെ മൻഹജിലേക്ക് വരൂല. പിശാചിന്റെ ജഹന്നമിലാണ് അവൻ, ഇബ്ലീസിന്റെ ജഹന്നമിലാണ് അവൻ. ജഹന്നമ് തിരിച്ചു വായിച്ചാൽ മൻഹജാണ്. അതാണ് അള്ളാഹുവിന്റെ മൻഹജിലേക്ക് അവൻ, യാഥാർത്ഥ്യങ്ങളുടെ മൻഹജിലേക്ക് അവൻ വരികയേയില്ല. അവൻ ഇബ്ലീസിന്റെ ജഹന്നമിൽ കടന്ന് പൊരിയാണ്. ശാന്തമായ ഈ ദുനിയാവ് കണ്ടാലാണ് അത്. ദുനിയാവിനോടുള്ള ഭ്രമം മനുഷ്യന് ശാന്തി ഒരിക്കലും കൊടുക്കൂല. നിങ്ങൾ എഴുതി വെച്ചോളൂ ഒരു ബുക്കിൽ. അവസാനം അവന് പിന്നെ സക്രാത്തിന്റെ മൗത്തിന്റെ വേളയിൽ വരെ സമ്പത്തിനെ കുറിച്ചകരം അവന്റെ ചിന്ത. പൈസ തികഞ്ഞിട്ടില്ലല്ലോ എന്നാ, പെട്ടിയിൽ പൈസ പോരല്ലോ എന്നാ അപ്പോഴും ചിന്ത. അവന് ശാന്തമായ, അതാണ് ജഹന്നമ്.
അതാ ഞാൻ പറഞ്ഞത്. തന്റെ ഇസ്സത്തിനെയും തന്റെ കിബറിനെയും മൂടി വെക്കാൻ തയ്യാറില്ലാതെ, തന്റെ ഇസ്സത്തും കിബറുമാവുന്ന രണ്ട് ചെരുപ്പുകൾ അഴിച്ചു വെക്കാൻ തയ്യാറില്ലാതെ, ഇസ്സത്തിന്റെയും കിബറിന്റെയും ചെരുപ്പുകൾ അഴിച്ചു വെച്ച് മനസ്സിനെ പരിശുദ്ധമാക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ, തന്റെ നഫ്സിനെ, തന്റെ ഹൃദയത്തെ തഹൂറാക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ, അവര് ജഹന്നമിൽ കടന്നു മറിയുന്നു. ഇൻസും ജിന്നും, അവന്റെ ബാഹ്യേന്ദ്രിയങ്ങളും അവന്റെ ആന്തരികേന്ദ്രിയങ്ങളും. അതാണ് ഇൻസ് ജിന്ന്. അല്ലാതെ ജിന്ന് എന്ന് പറഞ്ഞ ഒരു പോത്താമ്പിയല്ല, നമ്മളെ വന്ന് പേടിപ്പിക്കുന്ന ഒരു സാധനമല്ല. അതാണ് ഇൻസു ജിന്ന് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും നരകത്തിൽ തന്നെ കാണും. കണ്ണിന് കാണുന്ന കാഴ്ചക്കൊരു സമാധാനം കിട്ടൂല, കേൾക്കുന്ന കേൾവിക്കൊരു ആശ്വാസം തരാൻ കഴിയില്ല, അവന്റെ മനസ്സിലൊരു ശാന്തി ഉണ്ടാവില്ല. അതന്നെ ബാക്കിയുള്ളൊരു സുഖമായിട്ട് എന്താ ഇത് തിരിച്ചറിഞ്ഞവൻ, ഈ ദുനിയാവിന്റെ അള്ളാഹുവിന്റെ ഖജനാവിനെ തിരിച്ചറിഞ്ഞവൻ സുഖമായിരിക്കും. മൂപ്പർക്ക് ഒരു ബേജാറുമില്ല. ഒരു കടലാസ് വിരിച്ചു കൊടുത്താൽ അതിൽ സുഖമായി കടന്നുറങ്ങും. മൂപ്പർക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം അവനറിയാം ഈ ഭൂമിയിൽ എന്താണ് നേടാൻ പോണത്. ഈ പെട്ടിയിൽ പൈസ പാത്ത് വെക്കാന്നല്ലാതെ വേറെന്താ അതുകൊണ്ട് ഗുണം? കോടികൾ വെറുതെ കടലാസ് അവിടെ വെറുതെ ഇങ്ങനെ പാത്ത് വെക്കാന്നല്ല. കടലാസിന്റെ വിലയും കൂടി ഇല്ലാന്നാ ഞാൻ പറയാം. ചലനാത്മകമായ സമ്പത്തല്ലെങ്കിൽ, ചലിക്കുന്ന സമ്പത്തല്ലെങ്കിൽ അതിന് കടലാസിന്റെ വില പോലും ഇല്ല. കടലാസാണെങ്കിൽ നമുക്ക് തീ കൂട്ടിയെങ്കിലും ചെയ്യാം, തീ കത്തിക്കാനെങ്കിലും ഉപയോഗിക്കാം. കടലാസാണെങ്കിൽ അതിന്റെ ഉപകാരം കൂടി നടക്കൂല. ഇത് കത്തിച്ച പോലീസ് ഉണ്ടോ? അതിനെ പറ്റൂല. പിന്നെന്താണ്? അതാണ് പറയുന്നത്. ഇത് വെറുതെ ഈ പെട്ടിക്ക് തിന്നാൻ കൊടുക്കും, പെട്ടിയുടെ വയറ് നിറയ്ക്കാന്നല്ലാതെ വേറെന്താ? നേരെ മറിച്ച് ഞാൻ ഈ വെള്ളം വാങ്ങി ആ സാധുവിന് ഇന്നത്തെ അരിക്ക് കായായി. ഓനത് അരിപ്പിടി പോയിട്ട് ഓൻ 1 കിലോ അരി വാങ്ങുമ്പോ അയാൾക്ക് അരി വാങ്ങാൻ കാശായി. ഇതിങ്ങനെ ചലിക്കണേ, ഈ സമ്പത്ത് ഇങ്ങനെ ചലിക്കണം. വെറുതെ ഇതിന്റെ പിന്നാലെ നടന്ന് നശിപ്പിക്കണം, ഉള്ള സമാധാനം കളഞ്ഞിട്ട് വെറുതെ. അപ്പൊ അത്തരമുള്ളതിനെ കുറിച്ച് അതാണ് ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ.